നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസത്തിൽ നമ്മൾ നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, മെയിൽ മെർജ് ഉപയോഗിച്ച് ലേബൽസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കിത് കുറച്ചുകൂടെ ഈസി ആയ രീതിയിൽ നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം എന്ന്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ വീഡിയോയാണ്. ഇവിടെ നാം ചെയ്യുന്നത് നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ വേർഡ് ഓപ്പൺ ചെയ്യുന്നു, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് ആദ്യം ലേഔട്ട് ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് എന്നുള്ളത്. സൈസ് A4 ആണ്, അതുപോലെ ഓറിയന്റേഷൻ പോർട്രേറ്റ് ആണ്, മാർജിൻ നാരോ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇനി ചെയ്യുന്നത് ഇവിടെ മുകളിൽ ഇൻസേർട്ട് ടാബിൽ വന്ന് നമ്മളൊരു ടേബിള് ഇൻസേർട്ട് ചെയ്യുകയാണ്. 2 കോളവും 5 റോയുമുള്ള ഒരു ടേബിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഈ ടേബിൾ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ലേഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹൈറ്റ് വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഹൈറ്റ് 5 സെൻറ്റിമീറ്ററും അതുപോലെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇതിൽ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് അതിനുള്ളിൽ വെച്ചു. ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയും ഒരു ടേബിള് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഇൻസേർട്ട് ടാബിൽ ഷേപ്പിൽ വരുന്നു, ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഈ ഒന്നാമത്തെ ബോക്സിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇവിടെ നമുക്കറിയാം, നമ്മൾ 5, 10 ആയിരുന്നു ഈ ടേബിളിൻ്റെ ഹൈറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 4.8ഉം 9.8ഉം എടുക്കുന്നു. എന്നിട്ടത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് 4 കോർണറുകൾ ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ഷേപ്പ് ഫില്ല്, ഗ്രേഡിയൻ ഫില്ല് ആയിട്ട് അതിൻ്റെ ഓപ്ഷനിൽ വരിക. ഇവിടെ നമുക്ക് ഷേപ്പ് ഫില്ല്, ഗ്രേഡിയൻ ഫില്ലായിട്ട് കളറ് നമുക്ക് ലിനിയറായിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കളറും ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മളിങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ വീണ്ടും ഇൻസേർട്ട് ടാബിൽ വരുന്നു. ഇവിടെ നമ്മൾ ഷേപ്പ് എടുക്കുന്നു. ഷേപ്പിൽ നിന്ന് നമ്മൾ ഈ ഷേപ്പ് എടുത്തു. അത് നമ്മളിവിടെ ഒന്ന് ഡ്രോ ചെയ്യുന്നു. നമ്മളത് അലൈൻ ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വരച്ച ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ഫില്ല് നമ്മൾ വൈറ്റായിട്ട്, ഷേപ്പ് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ ആയിട്ട്, ഷേപ്പ് എഫക്റ്റ് എന്നുള്ളതിൽ ബെവൽ എന്നുള്ളതിൽ വന്ന് നമ്മൾ ഈ ഒരു എഫക്റ്റ് ഷേപ്പ് സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ വീണ്ടും ഇൻസേർട്ട് ടാബിൽ വരുന്നു, ഷേപ്പിൽ വരുന്നു, ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യുന്നു. നമ്മൾ ഹോം ടാബിൽ ഫോണ്ട് മലയാളമായിട്ടാണ് ഇത്തവണ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിലാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. പേര്, അതുപോലെ ക്ലാസ്, ഡിവിഷൻ, റോള്. ശേഷം വിഷയം, സ്കൂൾ. ഇവിടെ
ശരിയാക്കേണ്ടതുണ്ട്. വിഷയം ഇത്രയും ആയി. ഫോർമാറ്റിൽ ഷേപ്പ് ഫോർമാറ്റിൽ നമ്മൾ ഷേപ്പ് ഫില്ല് നോ ഫില്ലായിട്ടും ഷേപ്പ് ഔട്ട്ലൈൻ നമ്മൾ നോ ഔട്ട്ലൈൻ ആയിട്ടും അതുപോലെ തന്നെ ഷേപ്പിന് ടെക്സ്റ്റിന് കളറ് നമ്മളിപ്പോൾ ഇവിടെ റെഡ് ആയിട്ടുമാണ് സെറ്റ് ചെയ്യുന്നത്. ഇത്രയുമായി. ഇത്രയുമായി. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ എല്ലാ ഈ പേജ് ഫില്ല് ചെയ്തിട്ട് കിട്ടണം എന്നുള്ളതിലേക്ക് പേജിലേക്ക് ഫുൾ എത്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഇവിടെ മുകളിൽ മെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. മെയിലിംഗ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലേബൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ലേബൽസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ലേബൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അത് A4 പോർട്രേറ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ വെച്ചിരുന്നത്. അത് ഓക്കെ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു വാർണിംഗ് വിൻഡോ വരാം. അതും ഓക്കെ കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഇപ്പോൾ അപ്ഡേറ്റ് ലേബൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടെ എനേബിൾ ആയിട്ടുണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ലേബൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന 5x10 2x5 അതിലേക്ക് ഫുള്ള് അത് ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്തിരുന്നത് പോലെ തന്നെ ഇൻസേർട്ടിൽ വരുന്നു. ഇൻസേർട്ട് ടാബിൽ ദിസ് ടാബിൽ നിന്ന് നമ്മൾ ഫോട്ടോ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നു. റാപ്പ് ടെക്സ്റ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് ആക്കുന്നു. അതിൻ്റെ വലിപ്പം നമ്മൾ കുറയ്ക്കുന്നു. ശേഷം നമ്മൾ ആ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നു. മറ്റൊരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ടിൽ വരുന്നു. വീണ്ടും ഷേപ്പ് ദിസ് മറ്റൊരു ഫോട്ടോ എടുത്തു. നമ്മളതിനെ ഓപ്ഷനിൽ നിന്ന് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് ആക്കി. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും നമുക്കത് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ഇതിൻ്റെ സൈസ് ഇങ്ങനെ കുറയ്ക്കുന്നു. അതും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ആ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ്.